ധനപ്രതിസന്ധി, അതായത് അതീവ രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. 20,500 കോടിയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നമുക്ക് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ 87,012 കോടി രൂപയാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനി വഴിയുമൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ പറയപ്പെട്ട ധനപ്രതിസന്ധിയുടെ ഇപ്പോഴത്തെ, അതായത് നമ്മൾ വൈറ്റ് പേപ്പറിൽ കണ്ടു 47,000-ലധികം കോടി, അതിൻ്റെ കൂടെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുമുള്ള കടം കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ 87,012 കോടി രൂപ എന്ന് വരുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഫിസ്ക്കൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ബജറ്റുമായിട്ട് ശ്രീ വി ഡി സതീശൻ വരുന്നത്. അദ്ദേഹത്തിന് ഒരു പുതിയ യുഗം, കേരളത്തിന്റെ ഒരു പുതുയുഗ പിറവിയിലേക്കാണ് അദ്ദേഹം ഈ ബജറ്റ് കൊണ്ട് കേരളത്തെ കൈപിടിച്ച് നടത്തുന്നത്. ഇവിടെ അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ കേട്ടു, എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഇരുന്ന് വളരെ മനോഹരമായിട്ട് ഈ മിഷൻ സമുദ്ര, അദ്ദേഹം ബജറ്റിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, മിഷൻ സമുദ്ര. ആ മിഷൻ സമുദ്രയെ പറ്റി അതിമനോഹരമായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഡെഫിനിഷനും അതിനോട് ചേർന്നുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും വളരെ നന്നായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും മനസ്സിലായി. എനിക്ക് അതിന്റെ കൂടെ ചേർക്കാനുള്ളത് ഈ 590 കിലോമീറ്റർ കടൽ തീരമുള്ള കേരളമാണ്. നമുക്ക് മിനറൽ റിസോഴ്സസ്, അതായത് ഇന്ത്യയിലെ ആകെ മിനറൽ റിസോഴ്സസിന്റെ ഒരു നല്ല ഭാഗവും കേരള തീരത്താണ് ഉള്ളത്. അപ്പൊ ആ റെയർ എർത്ത്, ഇപ്പൊ നമുക്ക് CMRLന്റെ കാര്യം അറിയാമല്ലോ. ഈ റെയർ എർത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ റോയൽറ്റി, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ, അത് ഖനനം ചെയ്യുമ്പോൾ അതിന്റെ റോയൽറ്റി പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിലേക്ക് റോയൽറ്റി കൊടുക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് CMRL പല പേരുകളില് പണം കൊടുത്തതായിട്ടുള്ള കേസൊക്കെ ഇപ്പൊ ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റിലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി, അതായത് ഒരു മിനറൽ കോറിഡോർ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മിനറൽ കോറിഡോർ പ്രോജക്റ്റിനകത്ത് നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിനറൽ ഉള്ള ആ കോറിഡോറിന്റെ ഭാഗമാകുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇതുവരെ ഈ CMRL പോലെയൊക്കെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അതായത് വേണ്ട രീതിയിൽ കേരളത്തിലെ മിനറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ ഖനനം ചെയ്യുകയോ അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേന്ദ്രം കൊണ്ടുവന്ന ആ മിനറൽ കോറിഡോർ പദ്ധതിയോട് കൈകോർത്തുകൊണ്ട് തന്നെ, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് സ്വകാര്യ മേഖല വാരിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, ആ മിനറൽ റിസോഴ്സസിനെ ഈ മാരിടൈം, അതായത് നമ്മൾ പറഞ്ഞ മിഷൻ സമുദ്രയോട് ചേർത്ത് വളരെ നന്നായിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് വാല്യൂ അഡീഷൻ നടത്തി ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വികസനത്തിന് അത് ഉപയോഗിക്കുക, തൊഴിൽ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുക, വ്യാവസായിക മുന്നേറ്റത്തിന് ഉപയോഗിക്കുക. ഇത്തരം ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ അതും കൂടി നേരത്തെ വിശ്വനാഥൻ പറഞ്ഞതുപോലെ അതിനോട് കൂടെ ചേർക്കുകയാണ് ഈ മിഷൻ മുദ്രയുടെ കൂടെ ഈ മിനറൽ റിസോഴ്സസിന്റെ യൂസും കൂടി ഉണ്ട് എന്ന കാര്യം. അപ്പം അത് കൂടാതെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതായത് നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ, ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ അനുഭവിക്കുന്ന ക്ലേശം എത്ര ദുഃഖകരമാണെന്ന്. അതായത് നമ്മുടെ യുവതികളും യുവാക്കളും പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കേരളം വിടുകയാണ്. എന്ന് വെച്ചാൽ ബ്രെയിൻ ഡ്രെയിൻ. ഈ ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല ഉണ്ടാകുന്നത്. ഈ പ്രാവശ്യത്തെ കണക്കനുസരിച്ച് 70,000 കോടിയാണ് 1975-76 കാലഘട്ടത്തില് വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾ എടുത്തിരിക്കുന്ന, നമ്മുടെ യുവാക്കൾ എടുത്തിരിക്കുന്ന വായ്പ 70,000 കോടിയാണ് ഒറ്റ വർഷം കൊണ്ട്. ഒന്ന് ആലോചിച്ചു, 64 രാഷ്ട്രങ്ങളിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ 70,000 കോടി കേരളത്തിൽ തന്നെ ഫ്രക്ടിഫൈ ചെയ്താൽ, എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തി വ്യാവസായിക മേഖലയിലൊക്കെ അത് ഉപയോഗിച്ച്
കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഉപയോഗിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തെ ആഗോള വിദ്യാഭ്യാസ മോഡലിലേക്ക് ഉയർത്തി കേരളത്തെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റിയാലൊക്കെ ഉണ്ടാകുന്ന പ്രയോജനം, അതിനൊന്നും പറ്റാതെയാണ് കുട്ടികളെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. അപ്പൊ അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. അങ്ങനെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് എടുക്കാൻ പറ്റൂ. ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എടുക്കണം. അതോടൊപ്പം തന്നെ ഈ ബജറ്റ് അഷ്വർ ചെയ്യുന്ന സിൽവർ ഡിവിഡൻഡ് ഉണ്ട്. എന്താണ് ഈ സിൽവർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാല് 60+ പോപ്പുലേഷനെ അവരുടെ പ്രായത്തിന്റെ അവശതകളിലേക്ക് തള്ളിവിടാതെ പ്രായത്തിന്റെ അവശതകളെ പരിഹരിച്ചുകൊണ്ട് അവരെ കൂടുതൽ യൗവനയുക്തരാക്കുക എന്ന് വെച്ചാൽ അവരുടെ പ്രായം കുറച്ച് അവര് ഈ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ആകാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയമേവ വരുമാനം കണ്ടെത്തുക, സ്വന്തം കാലിൽ നിൽക്കുക. അതുപോലെ തന്നെ ഈ അവരുടെ ആരോഗ്യ പരിരക്ഷ, അവരുടെ ഹെൽത്ത് പരിരക്ഷ, ഇതിലൊക്കെ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് സിൽവർ ഡിവിഡൻഡ് 60 കഴിഞ്ഞ ജനത്തെ സിൽവർ ഡിവിഡൻഡ് സൃഷ്ടിച്ചെടുക്കുക. അപ്പം അത്തരം പദ്ധതികളൊക്കെ ഈ ബജറ്റില് വിഭാവന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു നവയുഗ കേരളത്തിലേക്ക് നടത്തുന്ന ചുവടുവയ്പ്പാണ് എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളെ ചേർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സമുദ്ര മിഷൻ സമുദ്രയുടെ ഭാഗമായിട്ട് സദേൺ കേരള കോറിഡോർ, ഇക്കണോമിക് കോറിഡോർ, സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ എന്ന രീതിയിൽ ഈ 3 ജില്ലകളെ ചേർത്ത് ഒരു കോറിഡോർ സൃഷ്ടിക്കുക. ആ കോറിഡോറിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള വികസനം സാധ്യമാണ് എന്ന് വർക്കൗട്ട് ചെയ്യുക.